ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡി ഫ്രിക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ തായ്ലൻഡിലെ ഡേ 3 ആണ്. 2 ദിവസം പട്ടായയൊക്കെ ചുറ്റി കണ്ടതിന് ശേഷം ഇന്ന് നമ്മൾ തിരിച്ച് ബാങ്കോക്കിലോട്ട് പോവുകയാണ്. ഇന്ന് നമ്മൾ ആദ്യമായിട്ട് കാണാൻ വന്നിരിക്കുന്നത് ജെംസ് ഗാലറിയാണ്. ഫ്രണ്ട്സ്, നമുക്ക് ജെംസ് ഗാലറിക്ക് അകത്തോട്ട് പോകാനായിട്ട് വേണ്ട ഇവിടെ ഒരു ടോയ് ട്രെയിൻ പോലെ ട്രെയിൻ വന്നിട്ടുണ്ട്. ഓരോരുത്തരായിട്ട് ഇതിൻ്റെ ട്രെയിനകത്തോട്ട് കയറുന്നു. ഫ്രണ്ട്സ്, ഡയമണ്ടൊക്കെ എങ്ങനെയാണ് രൂപം കൊള്ളുന്നത് എന്നുള്ളതൊക്കെ നമ്മളെ കാണിച്ചു തരാൻ വേണ്ടി വേണ്ട ഇവിടെ ഒരു ആർട്ടിഫിഷ്യലായിട്ടുള്ള വോൾക്കാനോയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഡയമണ്ട് എങ്ങനെയാണ് രൂപപ്പെടുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടതിന് ശേഷം ഇപ്പുറത്തോട്ട് വന്നു. അപ്പോൾ ലോകത്ത് ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളതിൽ എല്ലാ തരം രത്നങ്ങളും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഡയമണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ്. ലൈവായിട്ട് നമ്മുടെ മുന്നിൽ വെച്ച് തന്നെ ഓരോരോ ഘട്ടങ്ങളായിട്ട് ഡയമണ്ടിൻ്റെ മേക്കിംഗ് നമുക്കിവിടെ കാണാൻ സാധിക്കും. വളരെ സൂക്ഷ്മതയോടുകൂടിയുള്ള ഒരു വർക്കാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇതിനകത്തേക്ക് വെക്കാനായിട്ടുള്ള ഡയമണ്ട്സാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. വളരെ കുഞ്ഞു കുഞ്ഞു ഡയമണ്ട്സാണ്. ഇങ്ങനെയുള്ള കുറേയധികം വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ കയ്യിലേക്ക് ഓരോരോ ഓർണമെൻറ്റ്സ് കിട്ടും. ഡയമണ്ട് വാങ്ങാനായിട്ട് ആഗ്രഹമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇവിടെ തന്നെ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നമുക്ക് ഒറിജിനൽ ഡയമണ്ട് കിട്ടും. പിന്നെ ഡയമണ്ട്സിനോടും ഒന്നും ഞങ്ങൾക്ക് വളരെയധികം കമ്പമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ആ ഒരു സെക്ഷനിൽ നിന്ന് സ്കിപ്പായി. അങ്ങനെ ജെംസ് ഗാലറിയിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് വേൾഡിലെ തന്നെ ടോപ്പ് 10 ഗാർഡൻസിൽ ഒന്നായിട്ടുള്ള നൂനൂച്ച് ഗാർഡനിലോട്ടാണ്. ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നൂനൂച്ച് ഗാർഡനിലാണ്. ഇതിനകത്തോട്ട് കയറിയിട്ട് ഇവിടെ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് നമുക്ക് കണ്ടറിയാം. നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് കയറിയപ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ 2 ടിക്കറ്റ് തന്നേപ്പോൾ ഇതിവിടെ കൊണ്ടുവന്നത് എൻ്റെ സ്കാൻ ചെയ്ത് നമ്മൾ മെട്രോ സ്റ്റേഷനിൽ നിന്നൊക്കെ അകത്തോട്ട് കയറുന്നോട്ട് നമ്മൾ ഇവിടോട്ട് കയറിയിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നൂനൂച്ച് ട്രോപ്പിക്കൽ ഗാർഡനിലാണ്. ഏകദേശം 625 ഏക്കർ സ്ഥലത്താണ് ഈ ഗാർഡൻ എന്നുള്ളത്. ഗാർഡൻ കണ്ട് അറിയേണ്ടത് തന്നെയാണ്. ഇവിടെ പലതരം ഷോസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് കണ്ടറിയാം. മൊത്തമുള്ള ഒരു രക്ഷയില്ല. നൂനൂച്ച് ഗാർഡനകത്താണെങ്കിൽ അന്യായ സൈസിലുള്ള ക്യാക്ടസ് ചെടികളും മറ്റൊരു സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ല മുതുക്ക് തണ്ണിമത്തനൊക്കെ താഴെ കിടക്കുന്ന കൂട്ട് തോന്നുന്ന രീതിയിലുള്ള ക്യാക്ടസ് ചെടികൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ. നൂനൂച്ച് ഗാർഡനിലെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നമുക്ക് അടിപൊളിയായിട്ട് കറങ്ങിയിടാം, നല്ല അടിപൊളി ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ ഒരു ഏരിയ തന്നെയാണ് കേട്ടോ. ഇവിടുത്തെ ക്യാക്ടസ് ചെടികളെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ ഇതിൻ്റെ അടുത്തതായിട്ട് വന്നിരിക്കുന്നത് ഇവിടെയുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു സ്റ്റോൺ വർക്കാണ് കേട്ടോ ഈ കാണുന്നത്. ഇവിടെയുള്ള ആളുകൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളോടൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു. ഇവിടെ എങ്ങോട്ട് തിരിഞ്ഞാലും ഇതുകൂട്ടത്തെ കാഴ്ചകളാണ് കാണാൻ സാധിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മളിവിടെ കാണുന്നത് ഒരു എലിഫൻറ്റ് ഫീഡിംഗ് ആണ്. ഇവിടെ ധാരാളം ആളുകൾ വന്നിട്ട് എലിഫൻസിനെ ഫീഡ് ചെയ്യുവാണ്. അതിനിടയിൽ വേണ്ട ഇവിടെ ഒരു കുട്ടിയാനയും കൂടെ നിൽപ്പുണ്ട് കേട്ടോ. വെളിയിൽ നിന്ന് വരുന്ന വിദേശികളാരും തന്നെ ആനയെ കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. എല്ലാവരും ആനയെ കാണുമ്പോഴത്തേക്ക് ആനയുടെ മണ്ടയ്ക്കോട്ട് കയറാനായിട്ട് ഓടുവാണ് കേട്ടോ. ഇതേണ്ട ഈ ഒരു വാള് കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഒരു എക്സ്പീരിയൻസ് അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇവർ ഈ ഈജിപ്റ്റ് കാലം മുതലുള്ള ഓരോ സ്റ്റോൺ വർക്കും കാര്യങ്ങളൊക്കെ ഓരോരോ വാളിലായിട്ട് ചെയ്തു വെച്ചപ്പോൾ ഉണ്ട്. നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന സ്റ്റോണിൽ ചെയ്ത കുറച്ച് വർക്കാണ്. ഇവിടെ തന്നെ നമ്മുടെ ഇന്ത്യയുടെ സ്വന്തം ഗേറ്റ് വേ ഓഫ് ഇന്ത്യയും പിന്നെ അതിൻ്റെ തൊട്ട് മുകളിൽ തന്നെ ഒരു താജ്മഹലിൻ്റെ ഒരു സ്റ്റോൺ വർക്കൊക്കെ ഇവർ ചെയ്തിട്ടുണ്ട്. നൂനൂച്ച് ഗാർഡനിൽ വന്നിട്ട് എനിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വാളിലൊക്കെ ചെയ്തിട്ടുള്ള സ്റ്റോൺ വർക്കാണ്. കണ്ടു കഴിഞ്ഞാൽ ഒറിജിനലാണെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു ആർട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. എന്താണെന്നറിയില്ല, ഇവിടെയുള്ള ആളുകൾക്കൊക്കെ ഇതിനോട് ഭയങ്കര ഇഷ്ടമാണ്. പെങ്കിൻ മാത്രമല്ല, സീബ്ര, പെങ്കിൻ ഇങ്ങനെയൊക്കെയുള്ള കുറേയധികം മൃഗങ്ങളുടെ ആർട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. എൻ്റെ ഇവിടെ വെള്ളത്തിൽ നിന്ന് എന്തൊക്കെ പുക വരുന്നുണ്ട്. എന്തോ സംഭവം എന്ന് അറിയാനായിട്ട് ഞാനൊന്ന് പിടിച്ചു നോക്കി, എനിക്കൊന്നും മനസ്സിലായില്ല. ആർക്കെങ്കിലും ഇതെന്തോന്ന് അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്തേക്കണേ. 1000 കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് വംശനാശം സംഭവിച്ച ഡൈനോസറിൻ്റെ കുഞ്ഞിനെ ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ. അടുത്തതായിട്ട് കാണാൻ വന്നിരിക്കുന്നത് നൂനൂച്ച് ഗാർഡനിലെ എലിഫൻറ്റ് ഷോ ആണ്. ഇവിടെ വേണ്ട ഓരോ ആനക്കുട്ടികൾ ഇങ്ങനെ ഓടി ഓടി വരുന്നുണ്ട്. ഇവിടെ വേണ്ട ആനയുടെ ബാസ്കറ്റ് ബോൾ കളിയൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ നാട്ടിലെ ഉത്സവപ്പറമ്പിലൊക്കെ ബലൂൺ എറിഞ്ഞ് പൊട്ടിക്കുന്ന കൂട്ടത്തെ കുറച്ച് ആക്ടിവിറ്റിയൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് വേണ്ട ഇപ്പോൾ നമ്മൾ കാണുന്നത് ആന ബലൂൺ ചവിട്ടി പൊട്ടിക്കുന്നതും ആന മസാജിൻ്റെയൊക്കെ വീഡിയോ ആണ്. ആനക്കുട്ടന്മാർ വേണ്ട ബെല്ലി ഡാൻസ് കളിക്കുന്ന കൂട്ട് തുമ്പിക്കൈയിൽ റിങ്ങൊക്കെ ഇട്ട് കറക്കുന്നതൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ വേണ്ട ഇവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. എലിഫൻറ്റ് ഷോ ഒക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്തതായിട്ട് കാണാനായിട്ട് വന്നിരിക്കുന്നത് ഇവിടുത്തെ ഒരു ഡൈനോസർ പാർക്കാണ്.
ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ള നുനൂച്ച് വില്ലേജിലെ ഡൈനോസർ പാർക്കിലാണ്. ഇവിടെ 100 കണക്കിന് ഡൈനോസറുകളെ ചുറ്റിനും കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ ഇവിടെ കാണപ്പെടുന്ന ഈ പ്ലാന്റ്സ്, അഡീനിയം പ്ലാന്റ്സ്, ഈ പ്ലാന്റ്സ് എന്ന് വെച്ചാൽ എന്തുമാത്രം സൈസാണെന്ന് എത്തിപ്പിടിക്കാൻ പറ്റത്തില്ല. ചട്ടിയൊക്കെ എന്തുമാത്രം വലിയ ചട്ടിയിലാണെന്നറിയാം ഇത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇതിന് 3-4 ലക്ഷം രൂപയാണ് ഇതിന് വിലയെന്ന് പറയുന്നത്. അത്രയ്ക്ക് വലിയ പ്ലാന്റ്സ് ആണ്. ഇത് നോക്കി ഇതിൻ്റെ സൈസ് ഒന്ന് നോക്കിയേ, നമുക്ക് എത്തത്തില്ല. അത്രയ്ക്ക് വലിയ പ്ലാന്റ്സ് ആണ് ഗൈസ്. 3-4 ലക്ഷം രൂപ കൊടുത്താൽ ഇതൊന്നും കിട്ടത്തില്ല. ഫ്രണ്ട്സ്, ലാർജസ്റ്റ് അഡീനിയം പ്ലാന്റ്സ് ഇൻ തായ്ലൻഡ് എന്ന് പറയുന്നത് ഈ ഒരു പ്ലാന്റ് ആണ്. ഇതാണ് തായ്ലൻഡിലെ ഏറ്റവും വലിയ അഡീനിയം പ്ലാന്റ്. ഫ്രണ്ട്സ്, ഈ നൂനൂസ് ഗാർഡനിലെ ഡൈനോസർ പാർക്കിലെ ആ കാഴ്ച എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എങ്ങോട്ട് തിരിഞ്ഞാലും നമുക്ക് ഡൈനോസേഴ്സിൻ്റെ വലിയ വലിയ സ്റ്റാച്യൂസ് കാണാൻ പറ്റും. അതിൻ്റെ കൂടെ തന്നെ വേണ്ട ഇങ്ങനെയുള്ള കുറച്ച് കുഞ്ഞ് ധാരാളം DC ക്യാരക്ടേഴ്സിൻ്റെയും ആനിമേ ക്യാരക്ടേഴ്സിൻ്റെ ഒക്കെ കുഞ്ഞു സ്റ്റാച്ചുവും കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇവിടെയുള്ള എല്ലാ ഡൈനോസേഴ്സിൻ്റെ അടിയിൽ അതിൻ്റെ പേര് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. കണ്ടില്ലേ, ഇവിടെയുള്ള എല്ലാ ഡൈനോസേഴ്സിൻ്റെ അടിയിലായിട്ട് അവരുടെ പേരും കൊടുത്തേപ്പോണ്ട്. അങ്ങനെ വേണ്ട ഡൈനോസർ പാർക്കൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ വേണ്ട അടുത്തതായിട്ട് കാണാനായിട്ട് വന്നിരിക്കുന്നത് ഈജിപ്റ്റ് കാലത്തുണ്ടായിരുന്ന ആളുകളും അവർ ചെയ്തിരുന്ന വർക്കും കാര്യങ്ങളൊക്കെ കാണാനായിട്ടാണ്. ഇത് നമുക്ക് കാണിച്ചു തരാനായിട്ട് ഇവർ സ്റ്റോൺ വർക്കിലാണ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം ഈ ഒരു കാഴ്ചകളൊക്കെ നമുക്ക് കാണണമെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ മിനി ബസ്സിൽ വേണം പോകാൻ. പിന്നെ അതുപോലെ തന്നെ ഇപ്പം വേണ്ട ഇവിടെ അടുത്തതായിട്ട് പിരമിഡിൻ്റെ ഒക്കെ കൺസ്ട്രക്ഷൻ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ കണ്ട സ്റ്റോൺ വർക്കെല്ലാം ഹാൻഡ് മെയ്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു 2-3 കൊല്ലമൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് തിരിച്ചു വരുവാണെങ്കിൽ ഇപ്പോൾ ഈ നടക്കുന്ന കൺസ്ട്രക്ഷൻ പണികളെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഇതെല്ലാം കണ്ട് ആസ്വദിക്കാൻ പറ്റും. അങ്ങനെ തന്നെ നമ്മളെ ആ മിനി ബസ്സിൽ നിന്ന് ഇവിടെ ഇറക്കി വിട്ട് ഇനി നമ്മൾ ഇതിനകത്തൂടെ നടന്നു വേണം ഈ കാഴ്ചകളൊക്കെ കാണാനായിട്ട്. അങ്ങനെ നേടെ ഇവിടെ ഈ ഉള്ള ഡൈനോസേഴ്സിൻ്റെ സ്റ്റാച്ചുവിൻ്റെ കൂടെ തന്നെ ഒരു സ്പീക്കേഴ്സും വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് നിന്നൊക്കെ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. ഫ്രണ്ട്സ്, അപ്പോൾ ഈ കാണാനാണ് നൂനൂസ് ഗാർഡനിലെ ഏറ്റവും വലിയ ഡൈനോസർ. അപ്പോൾ നമുക്ക് വേണ്ട അതൊക്കെ കണ്ട് വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ വേണ്ട ഗണപതിയുടെ ഒരു വലിയ സ്റ്റാച്ചു കാണാൻ സാധിച്ചു. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ അടുത്തതായിട്ട് ഒരു കാർ മ്യൂസിയത്തിനകത്തോട്ട് കയറാൻ പോവുകയാണ്. ഞാനിതുവരെ ലൈഫിൽ കാണാത്ത കുറേയധികം കാർ ഞാൻ ഇവിടെ വന്നിട്ട് കണ്ടു. ഷിൽ, നിസാൻ, GTR ഇങ്ങനെയുള്ള ധാരാളം സ്പോർട്സ് കാറുകൾ ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഞങ്ങൾ ചേട്ടൻ നൂനൂസ് ഗാർഡനൊക്കെ കണ്ടതിന് ശേഷം തിരിച്ച് ബാങ്കോക്കിലോട്ട് പോവുകയാണ്. ഇവിടെ മസ്റ്റായിട്ട് കാണേണ്ട 2 ഐറ്റമാണ്. അതാണ് ഡൈനോസർ പാർക്കും പിന്നെ അതുപോലെ തന്നെ കാർ മ്യൂസിയവും. ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക. അപ്പം തായ്ലൻഡിലെ ബാക്കി വീഡിയോസുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ.